ഹായ് ഹലോ, ഞാൻ കൗശിക് ബാബു. എല്ലാവർക്കും സ്വാമി അയ്യപ്പനായിട്ട് അറിയാവുന്ന കൗശിക് ബാബു. ഇപ്പോൾ ഏകദേശം 10 വർഷമായി ആദ്യമായിട്ട് മലയാളത്തിൽ സ്വാമി അയ്യപ്പനായിട്ട് അഭിനയിച്ചിട്ട്. സോ വീണ്ടും തിരിച്ച് അങ്ങനത്തെ ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ പോകുന്നു വെരി സൂൺ. റീസെൻ്റ്ലി ഇന്നലെ ശബരിമല പോയിട്ട് ദർശനമൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പൂജാ ചടങ്ങൊക്കെ നടന്നിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു ശബരിമല, കമ്മിങ് ബാക്ക് ടു കേരള വിത്ത് സച്ച് എ പവർഫുൾ റോൾ അഗൈൻ, ഫീൽ റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പുതിയ പരമ്പര അയ്യപ്പ ശരണം. റെഗുലറായിട്ട് ഇതുവരെ നിങ്ങൾക്ക് അയ്യപ്പൻ്റെ കഥാപാത്രം എന്താണ്, അയ്യപ്പൻ്റെ കുട്ടിക്കാലം, അയ്യപ്പൻ്റെ അത്ഭുതങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അഭിനയിച്ചു, നിങ്ങളെല്ലാവരും കണ്ടു. ഇപ്പോൾ പുതിയതായിട്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ലൈക്ക് വാട്ട് ഈസ് ദ റൂൾസ്. നമ്മളിപ്പോൾ അമ്പലം പോവും, എന്തിനെ തൊഴുന്നുണ്ട്, അമ്പലത്ത് ഈ ഡ്രസ്സസൊക്കെ മാത്രം ഇട്ടിട്ട് പോകാൻ കാരണം എന്താണ്, നമ്മൾ പമ്പ എത്തിയിട്ട് എന്തിനെ കുളിക്കുന്നു, ഇങ്ങനെ മേ ബി കുറേ പേർക്ക് അറിയാമായിരിക്കും, പക്ഷെ അറിയാത്ത പേര് കുറേ ഉണ്ട്. മറ്റ് ഭാഷകളിൽ ഇരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. കാരണം ശബരിമല എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ടെമ്പിളാണ്. ഓൾ ഓവർ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് ആൾക്കാർ വന്ന് അയ്യപ്പനെ തൊഴുന്നു. സോ വാട്ട് ഈസ് ദ പവർ, അങ്ങനത്തെ ഒരു ശക്തി അവിടെ എവിടെ നിന്നാണ് വരുന്നത്, അത് കീപ്പപ്പ് ചെയ്യാനായിട്ട്, ആ ശക്തി നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ആചാരങ്ങൾ ഫോളോ ചെയ്യണം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു എനി കോൺട്രവേഴ്സി ഇപ്പോൾ നടക്കുന്ന അങ്ങനത്തെ ഒരു ഇതില്ലാണ്ട് വെരി പ്യുവർലി വാട്ട് ഈസ് ദ എക്സാക്ട് ഹിസ്റ്ററി, എക്സാക്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ടെമ്പിൾ and of the deity, Dharmashastra, and the relation of Dharmashastra and Swami Ayyappan കാണിക്കാൻ പോകുന്നു. ശബരിമല ആയിട്ട് എൻ്റെ ബന്ധം ആക്ച്വലി ഞാൻ കൂടുതൽ ഇൻ്റർവ്യൂസിലൊന്നും പറഞ്ഞിട്ടില്ല. സ്വാമി അയ്യപ്പൻ ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് ശബരിമല ഞാൻ പോയിട്ടില്ലായിരുന്നു അതുവരെ. അയ്യപ്പനെക്കുറിച്ച് അറിയാമായിരുന്നു, പക്ഷേ സ്റ്റോറി വരയ്ക്കും ഹരിഹരസുധനാണെന്നൊക്കെ അറിയാം. എന്താണ് എക്സാക്ട് സ്റ്റോറി ഇതൊക്കെ എനിക്കൊന്നും അറിയില്ല. ബട്ട് സ്വാമി അയ്യപ്പൻ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ദിവസം ഉറങ്ങുന്ന ടൈമിൽ, ഐ വാസ് ഇൻ മൈ 10th ക്ലാസ്, ഏകദേശം എൻഡിങ്, എനിക്ക് അയ്യപ്പൻ്റെ കണ്ണ് ഡ്രീമിൽ എപ്പോഴും വരുമായിരുന്നു വെൻ ഐ വാസ് അങ്ങനെ ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ടൈമിൽ. സോ ശരിക്കും ഇറ്റ് വാസ് എ വെരി വെരി പറയാൻ പറ്റാത്ത ഒരു ഫീലായിരുന്നു. ഫസ്റ്റ് ടൈം ശബരിമല പോയി അവിടെ അയ്യപ്പനെ കണ്ടു. ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ, ചിങ്ങം 1 August 17th, ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ. ആദ്യമായിട്ട് ശബരിമല പോയി തൊഴുതു. ദെൻ അത് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം ഞാൻ എപ്പോൾ ശബരിമല പോയാലും ഒരു 4-5 പ്രാവശ്യമെങ്കിലും കയറി തൊഴും ഒക്കെ ചെയ്യും. ലൈക്ക് മേ ബി ഒരു ദിവസമോ 2 ദിവസമോ ഉണ്ടെങ്കിലും കയറി, ദൂരത്തുനിന്ന് കയറി എവിടെയെങ്കിലും ഒന്ന് അയ്യപ്പനെ കാണാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് വാസ് എ വെരി വെരി സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് അയ്യപ്പൻ. അത് കഴിഞ്ഞിട്ട് there was one thing, like കൂടുതൽ തെലുങ്ക് ആൾക്കാരാണ് ശബരിമല ഒക്കെ വരുന്നത്. കുറേ പേര് പറഞ്ഞു ഇവരിങ്ങനെ തുണികളൊക്കെ പമ്പാ നദിയിലിട്ടിട്ട് ബ്ലോക്കായി പോകുന്നു, അതിൻ്റെ ബാക്ടീരിയ കണ്ടൻസ് ഒക്കെ കൂടി പോകുന്നു, കാരണം അത് ഡ്രിങ്കിങ് വാട്ടറായിട്ട് പോകാൻ പോകുന്നതാണ്. പിന്നെ ഒരു സംഭവം, എല്ലാം തുണികൾ വാരിയെടുത്തിട്ട് ദേ ആർ റീസൈക്ലിംഗ് ഇറ്റ് ഫോർ ഫ്രെജൈൽ ഐറ്റംസ്. ഞാൻ വിചാരിച്ചു അവിടെ ഒരു മൂവ്മെൻറ്റ് നടത്തണം, ക്ലീൻ പമ്പ മൂവ്മെൻറ്റ്. സോ ഈ പുണ്യപൂങ്കാവനത്തിൻ്റെ ഭാഗമായിട്ട് ഐ റീച്ച്ഡ് ശബരിമല 2015. വി ഡിഡ് ദ പമ്പ ക്ലീനിങ് ഒക്കെ ചെയ്തു. കുറച്ച് അവെയർനെസ് മെയിൻലി ടു ദ അതർ സ്റ്റേറ്റ് പീപ്പിൾ. കാരണം ഇവിടുന്ന് അത് പോയിട്ട് ഒരു കുടിക്കാനായ വെള്ളമാണ്. സോ അത് നമ്മൾ നീറ്റായിട്ട് വെക്കണം. സോ ഇങ്ങനെ തുണികൾ ഇടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് കോടതി ഓർഡർ കൊടുത്തു, ഇപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബാൻ, അതിൽ ഇടാനേ പാടില്ല, വിച്ച് ഇസ് ഗുഡ്. സോ നല്ലതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആൾക്കാരോ കോടതിയോ ചെയ്താൽ ഇറ്റ്സ് വെരി ഗുഡ്, ദാറ്റ്സ് ഹാപ്പനിങ് വെൽ. സോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ വീണ്ടും അയ്യപ്പൻ തന്നെ എന്നെ വിളിച്ചു, പോയി തൊഴുതു. ശബരിമല തന്ത്രി ഇവരൊക്കെ ഓപ്പണിംഗ് ഒക്കെ നല്ല ഒരു ചടങ്ങ് പോലത്തെ നടത്തിയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ് ഗോയിങ് ബാക്ക് ടു ശബരിമല ആൻഡ് ഹാവിങ് സച്ച് എ സ്പിരിച്വൽ ജേർണി വിത്ത് അമൃത ചാനൽ.
അയ്യപ്പൻ ചെയ്യുമ്പോൾ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഐ വാസ് റിയലി എ കിഡ്. 10th ക്ലാസ്, ഇങ്ങനെ മലയാളം ഒന്നും അറിയില്ല. കളിക്കാലമായിരുന്നു, ലൈക്ക് പ്ലേ ടൈം. ആ ടൈമിൽ സ്കൂൾ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകണം, കളിക്കണം, ഇങ്ങനത്തെ ഒരു ഏജ് ആയിരുന്നു. പക്ഷേ ഞാൻ ചെയ്ത ക്യാരക്ടർ വെരി ഡിവോഷണൽ, കുറച്ചങ്ങനെ ഡിഗ്നിഫൈഡ് ആയിട്ടിരിക്കണം എപ്പോഴും. സോ ഐ ഡോണ്ട് നോ ദ എസെൻസ് ആ ടൈമിൽ. പക്ഷെ കിട്ടിയ ആ റെസ്പോൺസ് ആ ക്യാരക്ടർ കൂടി, ഇറ്റ് വാസ് എ ഹ്യൂജ്. എവിടെ പോയാലും അമ്മമാരൊക്കെ ഇങ്ങനെ കാലിൽ വീണിട്ട് പിന്നെ ഹാരത്തിയൊക്കെ കൊടുത്തിട്ട് മെനി പ്ലേസസ്. കൊല്ലം ഒരു പ്രാവശ്യം ഒരു അമ്പലത്തിൻ്റെ ചടങ്ങിനായിട്ട് പോയിരുന്നു. ഒരു 10 അമ്മമാർ ഇങ്ങനെ എൻ്റെ കാറ് പോകുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് താഴെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഹാരത്തി കൊടുത്ത്, ഞാൻ കുടിച്ച പാല് എല്ലാവരും തീർത്ഥമായിട്ടെടുത്ത്. ഇറ്റ് വാസ് ഓൾ ഷോക്കിംഗ് എക്സ്പീരിയൻസ്. ബട്ട് തിങ് വാസ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവോഷൻ ഓഫ് അയ്യപ്പന് വേണ്ടിയിട്ടാണ് അത് എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത്. ഇറ്റ്സ് എ വെരി റെസ്പോൺസിബിൾ ക്യാരക്ടർ, വെരി പവർഫുൾ ക്യാരക്ടർ. ഇപ്പോൾ അതിൻ്റെ എസെൻസ് ഇപ്പോൾ ഞാൻ തന്നെ സ്വാമി അയ്യപ്പൻ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് എനിക്ക്. കാരണം മേ ബി എൻ്റെ ലൈഫ് ടൈമിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. സോ ഞാൻ ബേസിക്കലി ജനിച്ചത് ഹൈദരാബാദിലാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാറുണ്ട് കേരള ഈസ് മൈ സെക്കൻഡ് ബർത്ത് പ്ലേസ്. അത് ട്രിവാൻഡ്രം എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ദിസ് വാസ് ദി ഫസ്റ്റ് പ്ലേസ്. ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടാണ് അയ്യപ്പൻ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ പ്ലേസസൊക്കെ നല്ല വശമാണ്, നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഹൈദരാബാദിൽ പോയാലും ആൾക്കാർ പറയും ഇച്ചിരി മലയാളി ലുക്ക് ഉണ്ടൊക്കെ പറയാറുണ്ട് എന്നെ കണ്ടിട്ട്. ബിക്കോസ് അത്രത്തോളം ഐവ് ടേക്കൻ ദ ട്രഡീഷൻ ആൻഡ് അഡോപ്റ്റഡ്. ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, അവിടെ കുറേ മലയാളി അസോസിയേഷൻസ് എന്നെ വിളിക്കാറുണ്ട്. സോ ഇറ്റ്സ് ബിക്കം മൈ സെക്കൻഡ് ഹോം ടൗൺ. ഗുരുവായൂരിലൊരു വീടുണ്ട്. എപ്പോഴും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകുന്നുണ്ട്, എല്ലാ വർഷവും കുറേ പ്രാവശ്യം. സോ വിത്ത് കണക്ഷൻ വിത്ത് കേരള, ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ ഡിവൈൻ കണക്ഷൻ. ആൻഡ് അതായത് ഇറ്റ്സ് മൈ സെക്കൻഡ് ബർത്ത് പ്ലേസ്. എൻ്റെ പേരൻസ്, ലൈക്ക് എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, ഇവർക്കൊക്കെ ഇപ്പോൾ മലയാളം മനസ്സിലാവും, അവർ സംസാരിക്കും, എല്ലാം ലൈക്ക് ഫിലിംസൊക്കെ കാണും. ആൻഡ് അതർവൈസ് തെലുങ്കിൽ ഞാനിപ്പോൾ അയ്യപ്പൻ കഴിഞ്ഞിട്ട് കുറേ പ്രോജക്ട്സ് ചെയ്തു. റീസെൻ്റ്ലി ഒരു ഫിലിം കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദെൻ ഐ ഓൾസോ ഡയറക്റ്റ് കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു. എഡിറ്റിംഗ്, ഗ്രാഫിക് വർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. കാരണം പണ്ട് മുതലേ ഈ ഒരു ഫീൽഡ് ഉള്ളത് കൊണ്ട് അതൊരു നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. ഐ കീപ് ഡൂയിങ് ഗുഡ് പ്രോജക്ട്സ് വൺസ് എ വൈൽ. സോ ഫിലിംസ്, ആക്ടിങ്, സീരിയൽസ് മാത്രമല്ലാണ്ട് ഞാൻ പഠിച്ചിട്ടുമുണ്ട്. സോ ഐവ് ഡൺ മൈ BCom കമ്പ്യൂട്ടേഴ്സ് ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് MBA ഫിനാൻസ് ചെയ്തു. അത് കഴിഞ്ഞിപ്പോൾ ലോ കംപ്ലീറ്റ് ചെയ്തു. ഒരു ലോ ഫേം ഉണ്ട് അച്ഛനെ. സോ അതിൽ ഈ RTI കേസസ്, സിവിൽ കേസസ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് പാരലലി ആക്ടിങ്. ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഒരു പുതിയ സീരിയൽ ശരണമയ്യപ്പ. വെരി ഫ്രണ്ട്ലി ടീമാണ്. വിജയ് തമ്പി സാർ എനിക്ക് അയ്യപ്പൻ മുതലേ അറിയാമായിരുന്നു. പാരലലി അയ്യപ്പൻ നടക്കുന്ന ടൈമിൽ കൃഷ്ണലീല എന്നൊരു സീരിയൽ സാർ ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. സോ ആൻഡ് ഹിസ് സൺ ഇസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. സോ അങ്ങനെ യുനോ ഒരു ഫ്രണ്ട്ലി ഫേസാണ് തിരിച്ച് വന്നിട്ട് കാണാൻ പോകുന്നത്. ആൻഡ് എൻ്റെ അവരുടെ കൂടെ ഞാൻ പ്രോജക്ട്സും ചെയ്തു. ഭഗവത്ഗീത, അത് കഴിഞ്ഞിട്ട് കൃഷ്ണലീലയൊക്കെ അഭിനയിച്ചിരുന്നു. So getting back into the team and getting back with that big director, it's really nice. And Amruta team was very friendly. നമ്മൾ ഒരുമിച്ച് ശബരിമല ഒരു ശരിക്കും ഇറ്റ് വാസ് എ സ്പിരിച്വൽ ട്രിപ്പ്, ബട്ട് ഇറ്റ് വാസ് എ ഫൺ ട്രിപ്പ്. എല്ലാവരും വെരി ഹോംലി ആയിട്ട് വെരി ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ വീണ്ടും ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് ഐ ഹോപ്പ് ഇറ്റ് ഗോസ് വെൽ ആൻഡ് യു ഓൾ റിസീവ് ഇറ്റ് ഇൻ ദാറ്റ് വേ. ഞാൻ ഇപ്പോൾ ശബരിമല നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. സോ ശരം കുത്തിയിൽ ഞങ്ങൾ അതെടുത്തിട്ട് ശരം കുത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അത് ശരം കുത്തി അല്ല. സോ ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ടബിളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ആചാരം അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഏത് സ്ഥലത്ത് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് തന്നെ ചെയ്യണം. പക്ഷേ അറിയാണ്ട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഈ ശരം കുത്തി കഴിഞ്ഞാൽ അത് ശരം കുത്തിയാണെന്ന് പറഞ്ഞ ഒരു 10 പേര് അത് ചെയ്യും. സോ ഈ കൈൻഡ് ഓഫ് ഒരു റോങ് പ്രോപ്പഗാൻഡ ആവുന്ന ടൈമിൽ ഈ എന്താണ് ശരിക്കും അയ്യപ്പൻ്റെ മഹാത്മ്യം, എന്താണ് സ്ഥലപുരാണം, എന്താണ് കേരളത്തിൻ്റെ
വൈ ഇസ് ഇറ്റ് കോൾഡ് ഗോഡ്സ് ഓൺ കൺട്രി, ഇത് പറയാനായിട്ടാണ് നമ്മൾ അമൃത ചാനലായിട്ട് ഈ സീരിയൽ ചെയ്യാൻ പോകുന്നത് ശരണം അയ്യപ്പ. ഇതിലൊക്കെ അയ്യപ്പൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രം വിത്ത് പ്രോപ്പർ, ഞങ്ങളൊന്നും അൺനെസസറി ഓർ മിത്ത് ആയിട്ട് ഒന്നും കാണിക്കാൻ പോകുന്നില്ല. ഉള്ള ചരിത്രം, ഹിസ്റ്റോറിക്കൽ, ബിക്കോസ് അമൃത ചാനൽ ഓൾവേസ് ബ്രിങ്സ് ദ ട്രൂത്ത്. എന്താണ് ശരിക്കുമുള്ള സമ്പ്രദായം, എന്താണ് ശരിക്കുമുള്ള അനുഷ്ഠാനം, ഇതൊക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഞങ്ങളെ ആദരിക്കും എന്ന് ഞാൻ ആകാംക്ഷിക്കുന്നു. സോ സീ യു ഇൻ ദ സീരിയൽ.